എനിക്ക് തന്നെ അത്ര ഉറപ്പില്ലാതിരുന്ന ഒരു ഐഡിയയാണത്. പക്ഷെ അവനത് മനോഹരമായി നടപ്പിലാക്കി. ഈ കമ്പനിയിൽ ജോയിൻ ചെയ്ത് വെറും 2 മാസത്തിനകം ബെസ്റ്റ് ആയെങ്കിൽ കൈയടിച്ചേ മതിയാവൂ. ഓമനക്കുട്ടൻ Hi, this is Priya calling from Clintonica Hair Care Solution. I am calling Hair Care Solution. Hello sir, Rahul Anand. This is Frank Ramasamy. Can I have some valuable time of yours? Illa sir, 5 minutes. Can I explain you? Clintonica online hair care products. This is our company Chennai launch. We are in Texas. Our office Noida pe bhi hai. Appadina neenga kandipa Clintonica use pannitha original Ayurvedic herbs imported from Kerala. Personal sir. Car details sir ആണെങ്കിൽ ഞാൻ ഇപ്പോ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യും. Thank you. Product will be shipped in 3 days. Have a nice day. ഓമനക്കുട്ട, ഏത് ഭാഗത്തിനാണ് നീ ഇപ്പൊ പറഞ്ഞു പറ്റിച്ചത്? ആളെ പറ്റിക്കുന്നതിന് നിനക്ക് അവാർഡും എനിക്ക് തല്ലും. നീ ഇത് കണ്ട? ആ ലക്ഷ്മി മെഡിക്കൽസിന്റെ ഓണർ എന്റെ കഴുത്തിന് കുത്തി പിടിച്ചതാ. ഇനി എന്റെ അമ്മയുടെ ക്ലിന്റോണിക്കായിട്ട് ആ വഴിക്ക് പോയാലേ അയാൾ അതൊഴിച്ച് തന്നെ എന്നെ പച്ചയ്ക്ക് എത്തിക്കുമെന്നാണ് പറഞ്ഞിരിക്കണത്. എടാ, നിനക്കൊക്കെ ഈ ഒളിസങ്കേതത്തിൽ എ സിയിലിരുന്ന് ഫോണും വിളിച്ച ആൾക്കാരെ പറ്റിച്ചാൽ മതിയല്ലോ. ഈ ഇവിടെ റോഡിൽ ഇറങ്ങുന്നതേ ഞാനാണ്. ഫിലിപ്പ്, MD sir calling. എന്താ വിളിക്കാത്തെന്ന് കാത്തിരിക്കുമായിരുന്നു. എന്നാ പിന്നെ ഞാൻ പോയി എൻ്റെ അവാർഡ് മേടിച്ചിട്ട് വരാം. ഹലോ, ഇല്ല സർ, ചെയ്യാം സർ. ഹലോ, കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ സർ. സർ, ആരുടെ? ചന്ദ്രമുതലാളിയാണോ? നിന്റെ നിരാശകാമുക വ്രതം കഴിഞ്ഞെങ്കിൽ ചെന്നങ്ങേർക്ക് പാദസേവനം ചെയ്ത് കൊടുക്ക്. എല്ലാ ദിവസവും അവാർഡും കൈയിടൊന്നും കിട്ടില്ല മിസ്റ്റർ. പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു ഷോക്ക് കിട്ടുന്നതല്ല, പ്രത്യേകിച്ച് നിനക്ക്. അല്ലെങ്കിൽ ഒരുപാട് അഹങ്കാരം കൂടും. ബൈ ദ ബൈ, ഇന്ന് മുതൽ ഞാൻ എൻ്റെ പുതിയ പ്രൊഡക്റ്റുമായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. രാജേഷ് ബ്രഹ്മി. ബുദ്ധിശക്തിക്കും ഉണർവിനും രാജേഷ് ബ്രഹ്മി. ഏത് പ്രായക്കാർക്കും അത്യുത്തമം രാജേഷ് ബ്രഹ്മി. രാജേഷ് ബ്രഹ്മി. പിന്നെ പെൺകുട്ടികൾ പണി കൊടുത്ത നിരാശകാമുകന്മാർക്കും ആൾക്കാരെ പറ്റിച്ച് കാശുണ്ടാക്കുന്ന മുതലാളിമാർക്കും ഒരേപോലെ ഉത്തമം രാജേഷ് ബ്രഹ്മി. ഓമനക്കുട്ട, രാജേഷ് ബ്രഹ്മി. ഏറ്റവും നല്ല എംപ്ലോയി എന്നുള്ള അവാർഡും തന്ന് ബാക്കിയുള്ള സ്റ്റാഫിന്റെ എല്ലാം മുമ്പിൽ വെച്ച് നിന്നെക്കുറിച്ച് നല്ല 4 വാക്കും പറഞ്ഞിട്ട് ഒരാഴ്ച തികഞ്ഞില്ലല്ലോടാ. അതിനു മുമ്പ് ഉഴപ്പി തുടങ്ങിയോ? ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ? കേട്ടു സർ. ചില പേഴ്സണൽ പ്രോബ്ലംസ് കാരണം. പേഴ്സണൽ പ്രോബ്ലംസോ അതോ പെണ്ണ് കേസോ? ഓമനക്കുട്ട, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല. ഈടെ ഇരുട്ടത്തൊരു പെണ്ണിനെ ഒറ്റയ്ക്ക് കിട്ടിയിട്ട് നീ ഒരു ഐ ലവ് യു മാത്രമല്ലേ പറഞ്ഞുള്ളൂ. ഞാൻ വല്ലതും ആയിരിക്കണമായിരുന്നു. ഓമനക്കുട്ട, നിന്റെ ഒരു രീതി ശരിയല്ല. ഇതൊക്കെ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇതൊരുമാതിരി മാർക്കറ്റിലും നീ വാങ്ങിക്കാൻ പോകുന്ന പോലെ. ഒരു പ്ലാനിങ് വേണ്ട ഇതിനൊക്കെ. നിന്നെ പോലെ തന്നെയായിരുന്നു പണ്ട് ഞാനും. ഇതുപോലെ ആർക്കും ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരു നിർഗുണൻ. എനിക്കും ഇതുപോലെ ഒരാളോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ പണച്ചാക്കിന്റെ ഒരേ ഒരു മകൾ സുമതി. അവളാണെങ്കിലോ 10ാം ക്ലാസ് 4 പ്രാവശ്യം തോറ്റ് ഈ വാരികളിലൊക്കെ വരുന്ന സകല പൈങ്കിളി നോവലുകളും വായിച്ച് അതെഴുതുന്നവരാണ് ഈ ലോകത്തിലെ ഏറ്റവും റൊമാൻറ്റിക്കായ പുരുഷന്മാരെന്ന് വിശ്വസിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു നാട്ടുമ്പുറത്തുകാരി.
അക്കാലത്ത് സ്വന്തം അച്ഛന്റെ പേരെഴുതിയാൽ പോലും മിനിമം 2 തെറ്റെങ്കിലും വരുത്തിയിരുന്ന ഞാൻ ഇവളെ വീഴ്ത്താൻ ചെയ്ത പണി എന്താണെന്നറിയോ? നാട്ടിലെ ലൈബ്രറിയിൽ ആരും വായിക്കാതെ കിടന്നിരുന്ന കുറെ പഴയ പൈങ്കിളികൾ തപ്പിയെടുത്തിട്ട് ഒരു കടലാസിൽ പകർത്തി എഴുതി ഞാൻ എഴുതിയതാണെന്നും പറഞ്ഞ് ഇവൾക്ക് കൊണ്ടുപോയി കൊടുത്തു. ഒരു മെനക്കേടുമില്ലാതെ ആളിതാ എന്റെ പോക്കറ്റ്. ആ അവളാണ് ഓമനക്കുട്ട എന്റെ ഭാര്യ സുമതി. അവളുടെ അപ്പനെ വിറ്റ കാശാണ് ഈ ക്ലിൻടോണിക്ക. എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടതെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? 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 ഒന്നും മനസ്സിലായില്ലേ? ഇല്ല സർ. ദാ, ഞാൻ ഈ കുപ്പിക്കകത്ത് എന്താണ് കലക്കി വെച്ചിരിക്കുന്നതെന്ന് നിനക്കറിയാമോ? പോട്ടെ, ഇത് തേച്ചിട്ട് ഈ ലോകത്ത് ആർക്കെങ്കിലും മുടി വളർന്നതായിട്ട് നിനക്കറിയാമോ? ഇല്ല. എന്നിട്ടും ഇത് വാങ്ങാൻ ആളുകൾ ക്യൂ നിൽക്കുന്നെങ്കിൽ അതാണ് മോനെ മാർക്കറ്റിംഗ്. ഉള്ളിൽ എന്ത് എന്നതിലല്ല ഓമനക്കുട്ട, അത് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് നമ്മൾ എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നു എന്നതിലാണ് കാര്യം. ഇപ്പൊ മനസ്സിലായോ? നിന്റെ ഉള്ളിലുള്ള കഴിവുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിനക്കറിയില്ല, പക്ഷെ എനിക്കറിയാം. അതുകൊണ്ടാണ് നീ ഈ കമ്പനിയിലെ നമ്പർ 1 ആയത്. മനസ്സിലായോ? ഇതുപോലെ നീ നിന്നെയും മാർക്കറ്റ് ചെയ്യും ഓമനക്കുട്ട, നല്ല വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ്. ബാക്കിയൊക്കെ താനേ നടക്കും. നീ ചെല്ല്, ധൈര്യമായിട്ട് പോ. ഓമനക്കുട്ട, ഇത്രേ ഉള്ളു കാര്യം. മുടിയില്ലാത്ത എനിക്ക് മുടി വിൽക്കാനുള്ള മരുന്ന് വിറ്റ് കാശുണ്ടാക്കാമെങ്കിൽ നിനക്ക് എന്തിനു പറ്റിക്കൂടാ? ആ ഇതുപോലെ നീ നിന്നെയും മാർക്കറ്റ് ചെയ്യും. മോനെ, ആ രാമകൃഷ്ണനല്ലേ നമ്മളെ ചെറുക്കലെ ഗോപാലപിള്ളയുടെ മൂത്ത മോൻ രാമകൃഷ്ണൻ? അല്ല. അല്ലേ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. മോനെ കണ്ട ഗോപാലനെ മുറിച്ചു വെച്ച പോലെ ഉണ്ട്. ചെറുപ്പത്തിൽ അവന് അല്ലറ ചില്ലറ വികൃതികളൊക്കെ ഉണ്ടായിരുന്നേ, ഒന്നും പറയാൻ പറ്റില്ല. മോനെ, ഈ കൊക്കരവല്ലി എന്ന് പറഞ്ഞൊരു സ്ഥലമില്ലേ മൈസൂര്? കൊക്കരവള്ളി? ആ, അതെ, കൊക്കരവല്ലി. അതെത്താറായോ? ഇല്ല. ഓരോ സ്ഥലപ്പേരുകളെ കൊക്കരകള്ളി. സംഗതി കാണാൻ നല്ല രസമുള്ള സ്ഥലമൊക്കെയാ മൈസൂര്. എന്നാലും മര്യാദയ്ക്ക് നല്ലൊരു പേരിടാൻ പറ്റില്ല. നല്ല ചൂടാണല്ലേ മൈസൂര്. മോനെ എത്ര നാളായി മൈസൂര്? കുറച്ചായി. ഞാൻ ഈ നാടും വീടൊക്കെ വിടുന്നത് ആദ്യമായിട്ടാണ്. എന്നാ പിന്നെ ഇപ്പൊ എന്തിനാ ഈ മൈസൂരിലേക്ക് വന്ന് എന്നായിരിക്കും മോൻ ചിന്തിക്കുന്നുണ്ടാവുക, അല്ലേ? അല്ലേ അല്ലേ? അത് പറയാം. അതായത് ഞങ്ങൾ 3 ആങ്ങളമാർക്ക് ഒരൊറ്റ പെങ്ങളാ, നമ്മളെ ഭാനുമതി. ഏട്ടന്മാരൊക്കെ നേരത്തെ മരിച്ചു പോയോണ്ടാവാം. അവൾക്ക് എന്നെ വലിയ കാര്യം. അവൾക്ക് ആണും പെണ്ണായിട്ട് ഒറ്റ സത്യത്തിന് ദൈവം കൊടുത്തുള്ളൂ. നമ്മളെ ബാബു, അവനിവിടെ ഈ കൊക്കരവള്ളിയിൽ ഒരു വലിയ കമ്പനിയിലെ ജോലി, ഈ സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടാക്കണ ഒരു കമ്പനി. അവനൊന്ന് കാണണം, അതിനെ ഈ വരവ്. കാര്യം പറഞ്ഞു വരുമ്പോ സാമ്പത്തികം തന്നെ. പിന്നെ 2 ദിവസം ഇവിടെയൊക്കെ ഒന്ന് ഈ മൈസൂരൊക്കെ ഒന്ന് ചത്തി ഇറങ്ങിയുണ്ട് അവൻ്റെ കമ്പനിയിലൊക്കെ ഒന്ന് പോയി ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കണൊക്കെ ഒന്ന് പഠിച്ചെടുത്തത്. എങ്ങനെ മോന് കല്യാണമൊക്കെ ആയ? ആയിട്ടില്ല അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ ബാബുവിൻ്റെ ഭാര്യ ഉഷയ്ക്ക് ഒരു അനിയത്തിക്കുട്ടിയുണ്ട്. അവളുടെ പേര് ഞാൻ മറന്നു. കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും നല്ല സ്വർണത്തിൻ്റെ സ്വഭാവം. 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. പലരും വന്ന് കാണുന്നുണ്ടെങ്കിലും ഒന്നും അങ്ങോട്ട് ഉറക്കണില്ല. അപ്പോൾ പേര് പറഞ്ഞില്ല. ഇനിയിപ്പോ വീട്ടുകാർ പേരിടാൻ മറന്നുപോയോ? മോന്റെ പേരെന്താ? മൈക്കിൾ ജാക്സൺ.
ಹಂದಿ ನನ್ನ ಮಗನೇ, ಏನು ನೋಡ್ತಾ ಇದೀಯಾ? ನೋಡ್ಬೇಕಾ ನನಗೆ? ಲೋಫರ್ ಮನೆಯಲ್ಲಿ ಒಂದು ಕೆಲಸ ಅಲ್ವಾ? ಒಂದು ಲೈಟ್ಸು. ചേട്ടാ ഒരു ലൈറ്റ്സ്. എത്ര നേരായി നീ എന്താ വീണ്ടും തീട്ടോ? ഓഹോ, അപ്പൊ നീ ഇതും തുടങ്ങിയ? നീ അപ്പൊ നശിക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? കളയണ്ട, കൊണ്ട. ഫോൺ पागल हुआ दीवाना हुआ Hello. ഹലോ Hello. ഹലോ. Who is this? ഇത് പീപ്പിയുടെ നമ്പർ അല്ലേ? കുളിക്കുക. ഞാൻ പീപ്പിയുടെ റൂംമേറ്റാ. റൂംമേറ്റോ? അങ്ങനെ ഒരാളെ കുറിച്ച് അവൻ പറഞ്ഞിട്ടില്ലല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ, രാഹുൽ അല്ലേ? പീപ്പി എപ്പോഴും പറയാറില്ല ഫാഷൻ ഫോട്ടോഗ്രാഫർ. രാഹുൽ. I know, this is Rahul only. Am I right? ഇതുപോലെ നീ നിന്നെയും മാർക്കറ്റ് ചെയ്യുവാണെങ്കിൽ നല്ല വർണ്ണ കടലാസ് ബാക്കിയൊക്കെ താനേ നടക്കും. രാഹുൽ സ്പീക്കിംഗ്. Oh God, രാഹുലിനെ പരിചയപ്പെടുത്തി തരാന്ന് പറഞ്ഞിട്ടാ പീപ്പി എന്നെ പരിചയപ്പെടുന്നത് തന്നെ. നിങ്ങൾ പണ്ട് വാഷിംഗ്ടണിൽ ഒരുമിച്ചായിരുന്നു അല്ലേ? അതെയോ? യാ, അവിടെയല്ലേ നിങ്ങൾ PhD ചെയ്തത്? ആ അതെ, ഞാനിപ്പോ ഓർക്കുന്നു. ഇപ്പോഴും വോക്കി തന്നെയല്ലേ വർക്ക് ചെയ്യുന്നേ? അതെ. Actually, Rahul, can you do me a favor? You know, I am into modeling and all, so Rahul എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയേക്കും. വോക്ക് പോലൊരു ഇന്റർനാഷണൽ മാഗസിനിൽ ഒരു. എന്താ പേര് പറഞ്ഞേ? ശില്പ. ഞാൻ വിളിക്കാം. രാജേഷ് റൂമി. ಮೇಡಮ್, ಇದೊಂದು ಫೋಟೋ ಸೆಟ್ ತೆಕ್ಕೊಡಿ. 3 ಕಾಪಿ ಫುಲ್ 2 ಸೈಡ್ ಬರಲಿ ಆಯ್ತಾ?